പ്രിയമുള്ളവരെ, കോൺഗ്രസ് പാർട്ടിയുടെ മുഖ്യമന്ത്രി ആരായിരിക്കണമെന്നതിനെക്കുറിച്ച് പാർട്ടിയിൽ ഇങ്ങനെ തർക്കങ്ങൾ പൊട്ടിമുളയ്ക്കവേ ഇന്ന് ഏറ്റവും വേദനാജനകവും വിരോധാഭാസവുമായ ഒരു പ്രസ്താവന മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് മുസ്ലിം ലീഗിനോ മറ്റുള്ള ഘടകകക്ഷികൾക്കോ കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടുവാൻ അവകാശമില്ല എന്ന രീതിയിലാണ്. ഒരുപക്ഷേ KPCC പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ KPCC ജനറൽ സെക്രട്ടറിയോ AICC പ്രസിഡന്റിനെയോ ഒക്കെ തീരുമാനിക്കുന്ന കാര്യങ്ങളിലാണെങ്കിൽ മുസ്ലിം ലീഗിനോ അതുപോലെ UDFൻ്റെ ഘടകകക്ഷികൾക്കോ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. പക്ഷേ ഇവിടെ UDF എന്ന സംവിധാനത്തിൽ മത്സരിച്ചു വിജയിച്ച മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. അത് ഏത് ഘടകകക്ഷിക്കും, മുസ്ലിം ലീഗിനോ RSPക്കോ കേരള കോൺഗ്രസ് ജോസഫിനോ CMBക്കോ ഒക്കെ അഭിപ്രായം പറയുവാൻ അവകാശമുണ്ട് എന്നതാണ്. മറ്റൊന്ന്, കോൺഗ്രസ്സിന് ഒരിക്കലും വിജയിക്കുവാൻ സാധ്യതയില്ലാത്ത തൃക്കരിപ്പൂരും നാദാപുരവും കൊയിലാണ്ടിയും പോലുള്ള സ്ഥലങ്ങളിലൊക്കെയും വളരെ മികച്ച വിജയം കോൺഗ്രസ്സിന് സമ്മാനിച്ചത് അവിടുത്തെ ലീഗ് പ്രവർത്തകരുടെ കറകളഞ്ഞ നിഷ്കളങ്കമായ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ്. അല്ലെങ്കിൽ ഒരിക്കലും കോൺഗ്രസ്സിന് അത്തരം സീറ്റുകളിലൊന്നും വിജയിക്കുവാൻ കഴിയില്ല. വടക്കൻ കേരളത്തിൽ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം തുലവും ദുർബലമാണ് അത്തരം പ്രദേശങ്ങളിലെന്ന് വ്യക്തമാണ്. ഒരു കോൺഗ്രസ്സുകാരനായിട്ട് പോലും ഞാൻ അവിടെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനത്തെ, അവരുടെ പ്രവർത്തകരുടെയൊക്കെയും ആത്മാർത്ഥമായ പ്രവർത്തനത്തെ അഭിനന്ദിക്കുകയാണ്. അത് ഒരു ഘടകകക്ഷി സംവിധാനത്തിൽ മുസ്ലിം ലീഗ് പുലർത്തുന്ന ആത്മാർത്ഥതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് മാത്യു കുഴൽനാടനെ പോലെയുള്ള നേതാക്കന്മാരുടെ ഇടയിൽ നിന്ന് അത്തരം പ്രസ്താവനകൾ ഉണ്ടാകുവാൻ പാടില്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും ഇത് KPCCയുടെ നിർവാഹക സമിതി അംഗത്തെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ചർച്ചയല്ല, മറിച്ച് സംസ്ഥാനം ഭരിക്കേണ്ട മുഖ്യമന്ത്രി ആരായിരിക്കണം, UDFൻ്റെ നേതാവ് ആരായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് ഘടകകക്ഷികളുടെ അഭിപ്രായം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ സംഗതികളൊക്കെ വ്യക്തമാകുമ്പോൾ സൂചിപ്പിക്കുന്നത്. AICC നിരീക്ഷകർ, ഘടകകക്ഷി നേതാക്കന്മാരുടെ കുഞ്ഞാലിക്കുട്ടിയുടെ, ഷിബു ബേബി ജോണിൻ്റെ ഒക്കെയും നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചു കഴിഞ്ഞു എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. പ്രത്യേകിച്ചും എൻ്റെ ഒരു വീക്ഷണത്തിൽ മുഖ്യമന്ത്രി പദത്തിന് ഏറ്റവും അനുയോജ്യനായ നേതാവ് ഇപ്പോൾ VD സതീശൻ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും പരാജയത്തിൻ്റെ പടുകുഴിയിലായിരുന്ന കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ, UDF എന്ന സംവിധാനത്തെ വിജയം സ്വപ്നം കാണുവാൻ പഠിപ്പിച്ചത് VD സതീശനാണ് എന്നതിൽ ഒട്ടും സംശയമില്ല. വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ അദ്ദേഹത്തിൻ്റെ സംഭാഷണം കൊണ്ടും ബോഡി ലാംഗ്വേജ് കൊണ്ടുമൊക്കെ അണികൾക്ക് നൽകുവാൻ കഴിഞ്ഞു. വിജയത്തിൻ്റേതായ ഒരു സന്ദേശം അണികൾക്ക് നൽകുവാൻ കഴിഞ്ഞു. അവരത് ഏറ്റെടുത്തു, പ്രവർത്തിച്ചു. UDF വലിയ വിജയം നേടി എന്നതാണ് യാഥാർത്ഥ്യം. അമ്പേ പരാജയപ്പെട്ടു പോകുമായിരുന്ന UDF എന്ന സംവിധാനത്തെ വളരെ ആത്മധൈര്യം നിറഞ്ഞു നിന്ന ബോഡി ലാംഗ്വേജോട് കൂടിയാണ് അദ്ദേഹം നയിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന്, കോൺഗ്രസ്സിനെ കഴിഞ്ഞ കാലങ്ങളിലായി പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ അവിശ്വസിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ചും പിണറായി വിജയൻ മുസ്ലിങ്ങളുടെയും ക്രൈസ്തവരുടെയും ഒക്കെ മിശിഹായി, അവരുടെ സംരക്ഷകനായി ചമഞ്ഞ ഒരു സമയമുണ്ടായിരുന്നു. ലോക്സഭാ ഇലക്ഷനിലും നിയമസഭാ ഇലക്ഷനിലുമൊക്കെ വ്യത്യസ്തമായ പാറ്റേണുകൾ ന്യൂനപക്ഷങ്ങൾ വോട്ടിടുക. ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസിന് അനുകൂലമായി വോട്ടിടുന്നെങ്കിൽ നിയമസഭയിലും മറ്റുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ മിശിഹ ആണ് എന്ന രീതിയിൽ CPMന് അനുകൂലമായി വോട്ടിടുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പക്ഷേ വളരെ കൃത്യമായിട്ട് തന്നെ VD സതീശന് ഇവിടെ BJP CPM ഡീലുണ്ട് എന്ന് പറയുവാൻ കഴിഞ്ഞു എന്നല്ല, അത് ജനങ്ങളെ കൊണ്ട് വിശ്വസിപ്പിക്കുവാൻ കഴിഞ്ഞു. അത് ഈ ഇലക്ഷനിൽ UDFന് നേട്ടമായി എന്നത് നമ്മൾ വിലയിരുത്തേണ്ടത്. മറ്റൊന്ന്, മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് ശക്തിയുള്ള പ്രദേശങ്ങളിലാണ് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ നേട്ടങ്ങളുണ്ടായിട്ടുള്ളത്. കോൺഗ്രസ് അല്ല, UDF. മലപ്പുറത്താണെങ്കിൽ 16 സീറ്റ്, എറണാകുളത്താണെങ്കിൽ 14 സീറ്റ്. മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് പ്രാതിനിധ്യം കൂടുന്ന കോഴിക്കോട് 13-ൽ 12 സീറ്റ്. ആ ജില്ലകളിലൊക്കെയും ഏകദേശം സീറ്റുകളുടെ 99% കോൺഗ്രസ്സാണ് നേടിയിരിക്കുന്നത്. അതായത് ആ വിഭാഗങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ VD സതീശൻ്റെ കരുത്തിനെ വിശ്വസിച്ചു. അവർ VD സതീശൻ മുഖ്യമന്ത്രിയായാൽ അവർക്ക് സംരക്ഷണം ഒരുക്കും. പ്രത്യേകിച്ചും സംഘപരിവാര സ്വാധീനം വർദ്ധിക്കുന്ന കേരളത്തിൽ അവർക്ക് സംരക്ഷണം ഒരുക്കും എന്ന് വിശ്വസിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷൻ്റെയൊക്കെ ഒരു പ്രസ്താവന ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് വായിക്കണം. അവർ വിശ്വസിച്ചിരുന്നു VD സതീശൻ മുഖ്യമന്ത്രിയായി വരും എന്നത്. അത് വോട്ടിംഗ് പാറ്റേണിൽ കണ്ടു എന്നതാണ് യാഥാർത്ഥ്യം. മിക്കപ്പോഴും SNDPയുടെ നേതാവ് വെള്ളാപ്പള്ളി നടേശൻ വളരെ മൃഗീയമായി തന്നെ മുസ്ലിം ക്രൈസ്തവ മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുമ്പോൾ മറ്റുള്ള നേതാക്കന്മാർ ഒരു അഴകുഴഞ്ചൻ സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. വളരെ കൃത്യമായിട്ട് തന്നെ
അതിനെ ഖണ്ഡിക്കുന്ന, അതിനെ എതിർക്കുന്ന സമീപനങ്ങളുമായി വി.ഡി. സതീശൻ മുന്നോട്ട് പോയിട്ടുണ്ട്. ഒരുപക്ഷേ അത്തരം സമീപനങ്ങൾ കൊണ്ടായിരിക്കാം ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനും അതുപോലെയുള്ള ആളുകളും സാമുദായിക സംഘടനകളും ഒക്കെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിനെ എതിർക്കുന്നത് എന്ന് പറയുമ്പോൾ അവരതിൽ വിജയം കണ്ടാൽ കേരളത്തിൻ്റെ മതേതര പാരമ്പര്യത്തിന് അത് വിഘാതമാകും എന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് മുസ്ലിം മതമൗലികവാദ സംഘടനകളും ഒപ്പം ഹൈന്ദവ തീവ്ര സംഘടനകളും ഒക്കെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിനെ എതിർക്കുന്നുണ്ട്. എസ്.ഡി.പി.യുടെയൊക്കെ വലിയ രീതിയിലുള്ള ക്യാമ്പയിനാണ് വി.ഡി. സതീശനെതിരെ ഉണ്ടാകുന്നത് എന്നതും യാഥാർത്ഥ്യമാണ്. അതായത് ഇരുവിഭാഗത്തിലുമുള്ള തീവ്ര സംഘടനകൾ വി.ഡി. സതീശനെ ഭയപ്പെടുന്നുണ്ട്, അദ്ദേഹം നിലപാടുകൾ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. മതേതര കേരളത്തിന് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുന്നതാണ്. കാരണം നിലപാടുകൾ കുറച്ചുകൂടി ഉറച്ചു നിൽക്കുന്ന ഒരാൾ. ഒരുപക്ഷെ അദ്ദേഹം ഫ്ലെക്സിബിൾ ആയിരിക്കില്ല, മറ്റുള്ള അണികൾക്കോ ജനങ്ങൾക്കോ ഒന്നും അദ്ദേഹത്തെ നേരിട്ട് കണ്ട് കാര്യങ്ങളൊന്നും ബോധിപ്പിക്കുവാൻ കഴിയുന്ന ഒരാളായിരിക്കില്ല. പക്ഷേ നിലപാടുകൾ അദ്ദേഹം വളരെ ശക്തനായി നിൽക്കുന്നു എന്നത് മതേതര കേരളത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ AICC നേതൃത്വം അവർ ജനങ്ങളുടെ സ്പന്ദനങ്ങൾ അറിയുവാൻ ശ്രമിക്കണം. നേരത്തെ അതിൽ പരാജയമായിരുന്നു. രാജസ്ഥാനിലും മധ്യപ്രദേശിലുമൊക്കെ അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. സച്ചിൻ പൈലറ്റിനെ മുൻനിർത്തി ഇലക്ഷൻ വിജയിച്ചതിന് ശേഷം അവിടെ മറ്റൊരു നേതാവിനെ മുഖ്യമന്ത്രിയാക്കി. മധ്യപ്രദേശിലും ജ്യോതിരാദിത്യ സിന്ധ്യയെ മുൻനിർത്തി ഇലക്ഷൻ ജയിച്ചതിന് ശേഷം മറ്റൊരാളെ മുഖ്യമന്ത്രിയാക്കി ഉയർത്തി. അതൊക്കെയും അടുത്ത ഇലക്ഷനിൽ തിരിച്ചടിയായി എന്നൊരു യാഥാർത്ഥ്യം ഉൾക്കണം. ജനങ്ങളുടെ സ്പന്ദനം വി.ഡി. സതീശനൊപ്പമാണ് എന്ന് തിരിച്ചറിയണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. പ്രത്യേകിച്ചും AICCക്കൊപ്പം നിൽക്കുന്ന, ഹൈക്കമാൻഡിനൊപ്പം നിൽക്കുന്ന, അവർക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന, അവർക്ക് പെട്ടിതാങ്ങുന്ന നേതാക്കന്മാരെ പരിഗണിക്കുന്നതിനപ്പുറം കേരളത്തിലെ ജനങ്ങളുടെ സ്പന്ദനം, ഇന്ത്യയിലെ ജനങ്ങളുടെ സ്പന്ദനം മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരുപക്ഷെ ഉത്തരേന്ത്യയിലെ പോലെ കോൺഗ്രസിന് തിരിച്ചടികൾ ഉണ്ടാകും എന്നത് ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യമായി ഉൾക്കൊള്ളേണ്ട സമയമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംബന്ധിച്ചത് എന്നത് യാഥാർത്ഥ്യമാണ്. ഘടകകക്ഷികളെ മുഖവിലക്കെടുക്കണം. പ്രവർത്തകരുടെ വികാരങ്ങൾ, പ്രവർത്തകരാണ് ഇപ്പോൾ ചില ഇടങ്ങളിലൊക്കെ കാണുന്ന ഒരു കെ.സി. വേണുഗോപാലിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ചില പ്രസ്താവനകൾ ഞാൻ കാണുകയുണ്ടായി. കാരണം കെ.സി. വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ സംഘടനാ മികവിനെയൊക്കെയും ഞാൻ അഭിനന്ദിക്കുന്നു. അദ്ദേഹമാണ് ഇവിടെ ഫണ്ട് എത്തിച്ചത്. കാരണം കോൺഗ്രസ് കേന്ദ്രത്തിലും കേരളത്തിലും പതിറ്റാണ്ടുകളായി പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ഇലക്ഷനിൽ നേരിടാനുള്ള പൈസ വേണം. അദ്ദേഹമാണ് അത് കോർഡിനേറ്റ് ചെയ്ത് തെലങ്കാനയിൽ നിന്നും കർണാടകയിൽ നിന്നുമൊക്കെ എത്തിച്ചത്. വളരെ വലിയ കാര്യമാണ്. പക്ഷേ അതിനേക്കാൾ അപ്പുറം ജനങ്ങളുടെ വോട്ട് വേണം വിജയിക്കുവാൻ എന്നതാണ് യാഥാർത്ഥ്യം. അത് വി.ഡി. സതീശന് സമാഹരിക്കുവാൻ കഴിഞ്ഞു എന്നത് ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യമായി നിൽക്കുന്നു എന്നത് തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത്. അതുകൊണ്ട് വി.ഡി. സതീശൻ പരിഗണിക്കപ്പെടേണ്ടിയിട്ടുണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന രീതിയിൽ. അത് ജനാധിപത്യ കേരളത്തിൻ്റെ നിലനിൽപ്പിനും ഒപ്പം കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിനും അത്യന്താപേക്ഷിതമാണ്. ഒരു വിധത്തിൽ മതസാമുദായിക നേതാക്കന്മാരുടെ തിണ്ണ നിരങ്ങാതെ ഉറച്ച നിലപാടുകൾ പറയുന്ന ഒരാൾ കേരളത്തിൻ്റെ നേതൃസ്ഥാനത്തേക്ക് എത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തലും വിശദീകരണവും. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ദിവസങ്ങൾക്കകം കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണ് എന്ന ഒരു പ്രഖ്യാപനം AICCയുടെ ഭാഗത്തുനിന്നുണ്ടാകും. പക്ഷേ AICC ജനങ്ങളുടെ സ്പന്ദനങ്ങൾ അറിയണം, ജനങ്ങളുടെ മനസ്സിൻ്റെ വികാരം അറിയണം, അണികളുടെ വികാരം അറിയണം. അതിനപ്പുറം ഈ MLA-മാരെന്ന് പറയുന്നത് അവർ ഇന്ന് ഒരാളോടൊപ്പമാകും, നാളെ മറ്റൊരാളോടൊപ്പമാകും. എവിടെ അധികാരമുണ്ടോ അവർക്കൊപ്പമാണ് അത്തരം സംവിധാനങ്ങൾ. MLA-മാരായാലും MP-മാരായാലും ഒക്കെ അത്തരം സംവിധാനങ്ങൾ. പക്ഷേ യഥാർത്ഥ പാർട്ടി പ്രവർത്തകർ, അണികൾ ഒക്കെയും അവർ മറ്റെന്തിനേക്കാളും പാർട്ടിയെ സ്നേഹിക്കും എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും കോൺഗ്രസ് സംബന്ധിച്ച് ഉത്തരേന്ത്യയിൽ ആകമാനം നേതാക്കന്മാർ 90% നേതാക്കന്മാർ BJP-യിലേക്ക് കൊഴിഞ്ഞുപോയിട്ടും അവരെയൊക്കെ BJP-ക്ക് വിലക്കെടുക്കുവാൻ കഴിഞ്ഞിട്ടും ആ പ്രസ്ഥാനം ഒട്ടും ശക്തി ചോരാതെ നിലനിൽക്കുവാൻ കഴിയുന്നത് ആത്മാർത്ഥതയുള്ള അണികൾ ഉള്ളതുകൊണ്ടാണ്. അവരെവിടെയും പോയി ചേരാത്തത് കൊണ്ടാണ് പാർട്ടി ഇന്നും നിലനിൽക്കുന്നത്. BJP പാർട്ടിയെ, കോൺഗ്രസ് പാർട്ടിയെ നശിപ്പിക്കുവാൻ വേണ്ടി കോൺഗ്രസ് വിമുക്ത ഭാരതം സ്വപ്നം കണ്ടിട്ടും ആ പ്രസ്ഥാനം ഇങ്ങനെ നിലനിൽക്കുന്നത് ആത്മാർത്ഥമായ അണികളുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട AICC നേതൃത്വം അണികളോട് വിധേയത്വം പുലർത്തണം, അവരെ വിശ്വസിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. തൽക്കാലം ഈ വീഡിയോ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.